വെൽക്കം ടു അനരസ്. ഇന്നത്തെ റെസിപ്പി ക്രിസ്മസ് ഒക്കെ വരികയാണ്. ലാസ്റ്റ് മിനിറ്റ് ഇൻസ്റ്റൻറ്റ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. ഡ്രൈ ഫ്രൂട്ട്സ് ഒരുപാട് സമയം സോക്ക് ചെയ്ത് വയ്ക്കാതെ, അതേപോലെ തന്നെ കോഴിമുട്ട ബീറ്റ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമുക്കിതിനായിട്ട് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ലോ ഫ്ലെയിമിൽ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും നമ്മൾ സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ടോ ഒന്നും ഇളക്കേണ്ട ആവശ്യമില്ല. പാത്രത്തോടു കൂടി തന്നെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് നടുഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ആക്കി ഇട്ട് കൊടുക്കുക. അത്രയേ വേണ്ടൂ. ലോ ഫ്ലെയിമിലാണ് വയ്ക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് അത് കരിഞ്ഞു പോകുന്നൊന്നും പേടിയൊന്നും വേണ്ട. നമ്മളത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു പഞ്ചസാര അരികത്തുനിന്നൊക്കെ ഇങ്ങനെ മെൽറ്റായിട്ട് കളർ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് നമുക്ക് വേണ്ടുന്ന ആ ഒരു പെർഫെക്റ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം എടുത്ത് വയ്ക്കുക. ഇതുപോലെ അത് മെൽറ്റായിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് എത്തുമ്പോൾ ആ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം പതുക്കെ ആദ്യം ഒഴിക്കുമ്പോൾ പതുക്കെ ഒഴിക്കുക. കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ പതുക്കെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു പഞ്ചസാര അങ്ങനെ അങ്ങോട്ട് കട്ടി പിടിക്കും. ഇനി നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് ഇളക്കമൊക്കെ ആവാം. ഒരു മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് തിളപ്പിക്കുമ്പോഴേക്കും എല്ലാം മെൽറ്റായിട്ട് നല്ല ഒരു കാരമൽ നമുക്ക് കിട്ടും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുള്ളൊരു കാരമൽ ഈവണായിട്ടുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് പഞ്ചസാര കരിഞ്ഞു പോകുന്ന ഒരു പേടിയും വേണ്ട. ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. പഞ്ചസാര ഇട്ടിട്ട് ഇളക്കാതെ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വാച്ച് ചെയ്താൽ മതി. ഇനി നമുക്ക് വേണ്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമ്മുടെ കയ്യിലുള്ളതൊക്കെ എടുക്കുക. ഞാനിപ്പോൾ കുറച്ച് നല്ലൊരു റിച്ചായിട്ട് ആവാനായിട്ട് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. മിക്സഡ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത്, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ഡേറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഉണക്കമുന്തിരി കറുത്തത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മഞ്ഞ ആയാലും കുഴപ്പമില്ല, ഗോൾഡൻ യെല്ലോ കളറിലുള്ളത് ആയാലും കുഴപ്പമില്ല. അതേപോലെ തന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഈ ഒരു സമയത്തൊക്കെ നിറയെ കിട്ടും. അപ്പോൾ അതും നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 60 ഗ്രാം ബട്ടർ, അതോടൊപ്പം തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കാം. ഏകദേശം ഒരു 1/4 കപ്പോളം വേണം. 1/2 കപ്പാണ് കറക്റ്റ്. അതിൽ കുറച്ച് മതിയെങ്കിൽ കുറച്ച് മതി. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി ഉണ്ടോ അത് മതി, ചെറുതായിട്ട് അരിഞ്ഞത്. ഞാനിപ്പോൾ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഇല്ലെങ്കിലും അത് തന്നെ, അതും ഇല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്താലും മതി. ടൂട്ടി ഫ്രൂട്ടി നമുക്ക് ഈ ഒരു സമയത്തൊക്കെ കടകളിൽ വാങ്ങാനായിട്ട് കിട്ടും. ആ ടൂട്ടി ഫ്രൂട്ടി ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത്രേ വേണ്ടൂ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ട ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഫ്രാഗ്രൻസ്, എന്താ പറയുക, ശരിക്കും ഓപ്ഷണലാണ്. ഇട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ശരിക്കും അത് ഇട്ട് കൊടുത്താൽ നല്ല ഒരു ഫ്ലേവറാണ് കൊടുക്കുക. അതിന് ഓറഞ്ചിൻ്റെ തൊലി അരിഞ്ഞത്, സാധാരണ നമുക്ക് ഇവിടെ കിട്ടുന്ന ഓറഞ്ച് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ആ ഒരു തൊലി മാറ്റിയിട്ട് ആ തൊലി എടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്തുള്ള വൈറ്റ് പോർഷൻ നന്നായിട്ട് ചുരണ്ടി മാറ്റി കളയുക. എന്നിട്ടത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് തിളപ്പിക്കുക. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. അതൊന്ന് കുറുകി വരും. അപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ടൊക്കെ ഒന്ന് വീർത്ത് ഒന്ന് കുതിർന്ന് വരും. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്കുള്ള മസാല നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, ഒരു 4 ഏലക്കായ, അതേപോലെ തന്നെ അതിലേക്കൊരു പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ. പിന്നെ തക്കോലം, അതേപോലെ ജാതിപത്രി. ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും ആവശ്യമില്ല. ജാതിക്ക ഒരു ചെറിയ കഷ്ണം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അതൊന്നും ഇല്ലെങ്കിലും പട്ടയും ഗ്രാമ്പും ഏലക്കായ എന്തായാലും എല്ലാ വീടുകളിലും ഉണ്ടാവും, അതും മതി. അപ്പോൾ അത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്ത്, പഞ്ചസാരയോടൊപ്പം പൊടിച്ചതാണ്. അപ്പോൾ ഒരു 1.5 ടീസ്പൂണൊക്കെ നമുക്ക് 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു മണമാണ് ആ ഒരു പ്ലം കേക്കിൽ കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നപ്പോൾ നമുക്കത് ചൂടാറാനായിട്ട് സ്റ്റൗവിൽ നിന്ന് മാറ്റി എടുത്ത് വെക്കുന്നുണ്ട്. ഈ ചൂടോടുകൂടി തന്നെ ഒരു സംഭവം ചേർക്കുകയാണ് ഞാനിപ്പോൾ. ചേർക്കണം നിർബന്ധമില്ല, പക്ഷെ ഉണ്ടെങ്കിൽ ചേർക്കുക. പൈനാപ്പിൾ ജാമാണ്. പൈനാപ്പിൾ ജാം ഇല്ലെങ്കിൽ മിക്സഡ് ഫ്രൂട്ട് ജാം ഉണ്ടോ അതും മതി, അതാണെങ്കിലും കുഴപ്പമില്ല. ഒരു ടേബിൾ സ്പൂൺ നിറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലൊരു മണമാണ് അത് കൊടുക്കുക കേട്ടോ. അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ പൈനാപ്പിൾ എസൻസും കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്.
1 ടീസ്പൂണോളം ചേർത്താൽ നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു ഫ്ലേവർ കിട്ടും. ഒരു പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ, ആ പൈനാപ്പിളിൻ്റെ ഫ്ലേവറും അതേപോലെ തന്നെ ആ ഒരു മസാലയുടെ മണവും എല്ലാം കൂടി നല്ല ഒരു ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, അതേപോലെ നല്ല ഫ്ലേവറുമാണ് ഈ ഒരു കേക്കിന്. പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന കേക്കിനെക്കാട്ടി എത്രയോ നന്നായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കേക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ അതവിടെ ചൂടാറട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് പാല് ഞാൻ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ് 1 ടീസ്പൂൺ. നാരങ്ങ നീര് പിഴിഞ്ഞിട്ട് അരിച്ചെടുത്തത് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബട്ടർ മിൽക്കാണ് സംഭവം. അപ്പോൾ അതൊന്ന് 10 മിനിറ്റിന് ശേഷം നമുക്കതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അരിച്ചെടുക്കാനാണ്. മൈദ 1 കപ്പ് എടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് പാൽപ്പൊടി, ചെറിയ പാക്കറ്റ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും, അത് 1 ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചിട്ട് കൊടുക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ മുമ്പുണ്ടാക്കി വെച്ച ആ ഒരു ഡ്രൈ ഫ്രൂട്ടിൻ്റെ മിക്സ് ചൂടൊക്കെ ആറി, കണ്ടില്ലേ നല്ലോണം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഒന്നുകൂടി അത് എന്താ പറയുക ഇറുകി വന്നിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു പൊടി നമ്മൾ അരിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഓവൻ ആണെങ്കിൽ ഓവനെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. 160 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചാൽ മതി, 180 ഡിഗ്രി വേണ്ട. ഇനി അതല്ല കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ലോ ഫ്ലെയിമിൽ കുക്കർ ചൂടാക്കാനായിട്ട് വെക്കുക. അതിൻ്റെ ഉള്ളിൽ ഒരു പാത്രം, ചെറിയൊരു പാത്രമോ അല്ലെങ്കിൽ ഒരു റിങ്ങോ, സ്റ്റീലിൻ്റെ റിങ്ങൊക്കെ ഉണ്ടാവില്ല, അത് വെച്ചിട്ട് അടപ്പ് വെച്ചിട്ട് ഗ്യാസ്കറ്റ് ഇല്ലാതെ അടപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് 10 മിനിറ്റ് അത് ചൂടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സായിട്ട് വരുമ്പോഴേക്കും അത് ചൂടാവും. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കേട്ടോ, മീഡിയം ഫ്ലെയിം വേണ്ട, ലോ ഫ്ലെയിം. ഓവൻ ആണെങ്കിൽ 160 ഡിഗ്രി സെൽഷ്യസ് മതി. 1.5 മണിക്കൂറൊക്കെ ആവും, എന്നാലും കുഴപ്പമില്ല, അത് പെർഫെക്റ്റായിട്ട് വരും. എല്ലാം നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കട്ടിക്കാണ് ഉള്ളത്. സാധാരണ കേക്ക് ബാറ്ററിൽ നിന്നും കുറച്ചും കൂടി കട്ടിയിലാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള കേക്ക് ടിന്നിലേക്ക് വട്ടത്തിലുള്ളതോ സ്ക്വയർ ആയിട്ടുള്ളതോ ഇതുപോലെ ഒരു ബ്രെഡ് ലൂഫിൻ്റെ പാൻ ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിലാണിപ്പോൾ ഇടുന്നത്. അപ്പോൾ ഒരു ബട്ടറോ ഓയിലോ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്ത് മൈദ വെച്ചിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്തിട്ട് ആ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. സ്ലോ ആയിട്ടുള്ളൊരു ബേക്കിംഗ് ആണ് നല്ലത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിണ്ട് ആ ഒരു ക്രാക്കൊക്കെ വരില്ല, അങ്ങനെയൊന്നും വരാതെ നല്ല ഈവണായിട്ട് പെർഫെക്റ്റായിട്ട് ബേക്ക് ചെയ്ത് വരും. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, ഏകദേശം 1.5 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. 160 ഡിഗ്രി സെൽഷ്യസിൽ വെക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത്. നമുക്കൊരു ചെറുതായിട്ടൊരു മണം വരുമ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ നന്നായിട്ട് ഈവണായിട്ട് മുകളിൽ അങ്ങനെ വിണ്ട് പോവാതെ ക്രാക്കൊന്നും ഇല്ലാതെ പെർഫെക്റ്റായിട്ട് 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പുറത്തെടുത്തു. സ്ക്വയർ വെച്ച് നോക്കുമ്പോൾ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, ഒരു ചെറിയൊരു മണം വരാൻ തുടങ്ങും. അപ്പോൾ കുക്കറാണെങ്കിൽ തുറന്ന് നോക്കുക, അതിൻ്റെ ഇടയിൽ തുറന്ന് നോക്കരുത് കേട്ടോ. ഇതാണ്ടോ സ്ക്വയർ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മുകളിലൊന്നും വിണ്ട് കീറിയിട്ടില്ല. അതിൻ്റെ സംഭവം സ്ലോ ആയിട്ടുള്ളൊരു ബേക്കിംഗ് ആണ്. അതാണ് ഞാൻ തിരിച്ചും മറിച്ചും പിന്നെയും പറയുന്നത്. ഒരുപാട് ചൂടിൽ മീഡിയം ഫ്ലെയിമിലൊന്നും വയ്ക്കരുത്, കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല. ഇനി നമ്മൾ ബേക്കായി വന്നതും നമ്മൾ കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് ഇതുപോലെ കിച്ചൺ ടവൽ വെച്ചിട്ടൊന്ന് അടച്ച് വയ്ക്കുക. അത് അതിൽ തന്നെ ഫുള്ളായിട്ട് ചൂടാറട്ടെ എന്ന് പറഞ്ഞ് ആ ഒരു കേക്ക് ടിന്നിൽ തന്നെ വെക്കരുത്. ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. ഇനി അങ്ങനെ തന്നെ ആ പ്ലേറ്റിലേക്ക് അങ്ങനെ തന്നെ കമഴ്ത്തി കുറേ നേരം വെക്കരുത്, കാരണം നല്ല ചൂടാണ്. അപ്പോൾ അത് പിന്നെയും അവിടെയൊക്കെ ആ ഒരു അതിൻ്റെ ആവി വെള്ളം വീണിട്ട് അത് പിന്നെയും അവിടെയൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒരു 10-20 മിനിറ്റ് കൂടുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ലോണം ചൂടാറിയിട്ട് സ്ലൈസ് ചെയ്യുക. കണ്ടില്ലേ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ആ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കിടക്കുന്നുണ്ട്. താഴെ പോയി അടിഞ്ഞു കിടക്കുക ഒന്നും ചെയ്തിട്ടില്ല, കണ്ടില്ലേ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്ക് ഒന്ന് വിചാരിച്ച ലാസ്റ്റ് മിനിറ്റിലാണെങ്കിലും നമുക്ക് ഈ ഒരു പ്ലം കേക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. സോക്ക് ചെയ്യേണ്ട, അതേപോലെ എഗ്ലെസ് ആണ്, എഗ്ഗ് ബീറ്റ് ചെയ്യേണ്ട ആ ഒരു കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം, ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. എളുപ്പമാണ്, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പി തന്നെ ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.
അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.